അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അനന്തരാവകാശം അത് കിട്ടാനുള്ള കാരണങ്ങളും തടയുന്ന കാരണങ്ങളും. അനന്തരാവകാശം കിട്ടാൻ 4 കാരണങ്ങളാണുള്ളത്. ഒന്ന് കുടുംബ ബന്ധം, മറ്റൊന്ന് വൈവാഹിക ബന്ധം, മൂന്നാമത്തേത് അടിമയുടെ ഉടമയായിരിക്കുക, അഥവാ അടിമയുടെ മോചനപത്രം എഴുതപ്പെട്ട ആൾ, അതിന്റെ ഉടമ. നാലാമത്തെ കാര്യം മുസ്ലിം ആയിരിക്കണം. അപ്പോൾ മുസ്ലിം അല്ലാത്ത ഒരാളുടെ അനന്തരം മറ്റൊരാൾക്ക് മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കിട്ടുകയുമില്ല. മുസ്ലിം അല്ലാത്ത ഒരാളുടെ അനന്തരാവകാശം മുസ്ലിമിന് ലഭിക്കുകയും ഇല്ല. ഈ പറയപ്പെട്ട അനന്തരാവകാശികൾ ആരും ഇല്ല എങ്കിൽ അനന്തരാവകാശത്തിന്റെ സമ്പത്ത് ബൈത്തുൽ മാലിലേക്ക് നീങ്ങുന്നതാണ്. ഇനി അനന്തരാവകാശം തടയുന്ന കാരണങ്ങൾ അത് 4 എണ്ണമാണ്. ഒന്ന് ഇഖ്തിലാഫ് ദീനി, വ്യത്യസ്ത മതങ്ങൾ. മുസ്ലിമിന്റെ സ്വത്ത് അമുസ്ലിമിനില്ല, അമുസ്ലിമിന്റെ അനന്തരാവകാശം മുസ്ലിമിനും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം ഖാത്തിൽ, കൊലയാളി. ഒരാൾ പിതാവിനെ കൊന്നാൽ, ഉദാഹരണത്തിന് പിതാവിനെ കൊന്നാൽ മകന് അനന്തരാവകാശം ഇല്ല എന്നുള്ളതാണ്. മകനെ പിതാവ് കൊലപ്പെടുത്തിയാൽ ആ കൊല്ലപ്പെട്ട മകന്റെ അനന്തരാവകാശി പിതാവ് ഉണ്ടെങ്കിൽ പോലും കൊലയാളി എന്നുള്ള നിലക്ക് പിതാവിന്റെ അനന്തരാവകാശം ഉണ്ടായിരിക്കുന്നത് അല്ല. മൂന്നാമത്തെ കാരണം നമ്മൾ സാധാരണ നമുക്ക് ഇപ്പോഴത്തെ നിലക്ക് ഇല്ല എങ്കിൽ പോലും നമ്മൾ അത് പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അടിമയുടെ അനന്തരാവകാശം ഒരാൾ എടുക്കുകയുമില്ല, അടിമക്ക് അനന്തരാവകാശം ലഭിക്കുകയും ഇല്ല. നാലാമത്തെ കാരണം നിയമപരമായ വിഷയങ്ങളാണ്. ഒരാൾക്ക് എന്തില്ല, അറിഞ്ഞിട്ടില്ല, മകനുണ്ട് എന്ന് അറിയില്ല. പക്ഷേ പിന്നീട് അതിന്റെ വ്യവഹാരങ്ങളുമായി നടന്നപ്പോൾ, കോടതിയിൽ അതിന്റെ വിവാഹങ്ങൾ നടന്നപ്പോൾ മകൻ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ, നേരത്തെ അനന്തരാവകാശി എന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ സഹോദരനായിരിക്കാം, അതല്ലെങ്കിൽ സഹോദരന്റെ പുത്രനായിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം, അവർക്ക് അനന്തരാവകാശം ലഭിക്കുന്നതും അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.